എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 25 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. എന്താണ് ചോദ്യം? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഇൻ ദി ഈ പിക്ചറിൽ, ഈ തന്നിട്ടുള്ള പിക്ചറിൽ ഈ സ്ക്വയറിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ്, അതുപോലെ ഇതിന്റെ വശത്തിന്റെ നീളവും നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. ഇതാണ് നമ്മളോട് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഈ സ്ക്വയറിന്റെ ഏരിയ അല്ലെ. ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ഒരു വശത്തിന്റെ നീളം നമുക്ക് കിട്ടണം അല്ലെ. അപ്പൊ നമുക്കൊരു വശത്തിന്റെ നീളം നമുക്ക് അറിയില്ല. അപ്പൊ നമുക്കൊരു വശത്തിന്റെ നീളം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സ്ക്വയർ അല്ലെ, എ സ്ക്വയർ ആണ് ഏരിയ. അപ്പൊ നമുക്ക് അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഏരിയ കിട്ടും. ഓക്കെ. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്? ആ വശത്തിന്റെ നീളം നമുക്കറിയില്ല. അതിന് പകരം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ നോക്കിയാൽ ഇത് 3.5 സെന്റിമീറ്റർ, ഇവിടെ 1.5 സെന്റിമീറ്റർ അല്ലേ. ഇതെന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ഓർമ്മ വരണം? പൈത്തഗോറസ് തിയറം നമുക്ക് ഓർമ്മ വരണം അല്ലെ. അപ്പൊ പൈത്തഗോറസ് തിയറത്തില് ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ക്വയറും ഇതിന്റെ ഈ നീളം, ഈ സ്ക്വയറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്വയർ കിട്ടും അല്ലെ. അതായത് എ സ്ക്വയർ. നമുക്ക് അറിയേണ്ടത് എന്താണ്? എ അല്ലെ. ആൾട്ടിറ്റ്യൂഡ് വെച്ചാൽ നമ്മൾ എ എന്ന് കൊടുത്തു. ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലംബം. അപ്പൊ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഏറ്റവും വലുത് കർണാണ് അല്ലെ, ഹൈപ്പോട്ടിനസ് ആണ്. അപ്പൊ നമുക്ക് അതായത് എച്ച് സ്ക്വയർ, ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ മൈനസ് ബേസിന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ ഇത് എപ്പോഴും ഓർമ്മ വേണം. അതല്ലെങ്കിൽ നമുക്ക് എച്ച് സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഹൈപ്പോട്ടിനസ് സ്ക്വയർ കിട്ടണമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ സ്ക്വയർ തമ്മിൽ കൂടി കൂട്ടുക അല്ലെ. അതായത് ബേസിന്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. അപ്പൊ ഇതിൽ നിന്ന് എ സ്ക്വയർ കിട്ടണമെങ്കിൽ എച്ച് സ്ക്വയറിന് ഇത് കുറയ്ക്കുക, അല്ലെങ്കിൽ ഇത് കിട്ടണമെങ്കിൽ ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ കുറയ്ക്കുക. ഇനി ഇത് കിട്ടണമെങ്കിലോ ഇതിന്റെ സ്ക്വയറും തമ്മിൽ കൂടി കൂട്ടാം. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഈ വശമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ആൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ വലിയ വശം, അതായത് ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയറിൽ നിന്ന് നാം ബേസിന്റെ സ്ക്വയർ മൈനസ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. ഈക്വൽ ടു എച്ച്, ഹൈപ്പോട്ടിനസ് എത്രയാണ്? 3.5. അപ്പൊ 3.5ന്റെ സ്ക്വയർ മൈനസ് ബേസ് 1.5 സ്ക്വയർ, 1.5 സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ നോക്കിയാൽ 3.5ന്റെ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമുക്ക് 30ന്റെ തൽക്കാലം നമ്മൾ പോയിന്റിനെ മാറ്റി നിർത്താം. അപ്പൊ എന്ത് വരും? 35 വരും അല്ലെ. അപ്പൊ 35 × 35 ഒന്ന് ഗുണിച്ചു നോക്കിയാൽ എത്ര കിട്ടും നോക്കിയാൽ. 35 × 35 നമുക്ക് എത്ര കിട്ടാം? 1225. ഇതാണ് 35 × 35 കിട്ടുക അല്ലെ. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു സ്ഥാനം, അപ്പൊ 1 2, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 12.25. അപ്പൊ 12.25 അതാണ് 3.5ന്റെ സ്ക്വയർ. ക്ലിയർ ആയില്ലേ? മൈനസ് 1.5ന്റെ സ്ക്വയർ അല്ലെ. നമുക്കറിയാം 15 × 15 എത്രയാണ്? 225 അല്ലെ. 225. ഇവിടെ 1.5 × 1.5 ആണ് അല്ലെ. അപ്പോ എത്ര സ്ഥാനം നീക്കിണ്ട വരും? 1.5 × 1. 2 സ്ഥാനം വരും അല്ലെ. അപ്പൊ 1 2, അപ്പൊ എത്ര കിട്ടി? 2.25. 2.25. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? 12.25 മൈനസ് 2.25 എത്ര കിട്ടും? 12.25ന്ന് 2.25 കുറച്ചാല് നമുക്ക് പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടും. 10 ആണെന്ന് കിട്ടും അല്ലെ. സംശയമുള്ളവരും ചെയ്തു നോക്കാം. ഇപ്പൊ 12.25 മൈനസ് 2.25. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പോയിന്റിന്റെ അടിയിൽ തന്നെ പോയിന്റ് വരണം, അല്ലെങ്കിൽ തെറ്റും, ഉത്തരം തെറ്റും. അപ്പൊ 0 അല്ലെ. 5 × 5 പോയി 0, 2 × 2 പോയി 0. ഇനി 2 12 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 10. അപ്പൊ എ സ്ക്വയർ 10. അങ്ങനെയാണെങ്കിൽ എ എത്ര വരും? ഇതിന്റെ റൂട്ട് അല്ലെ, റൂട്ട് 10. അപ്പൊ ഒരു വശത്തിന്റെ നീളം നമുക്ക് കിട്ടി. ഒരു ചോദ്യത്തിന് ഉത്തരമായി റൂട്ട് 10. അപ്പൊ ഈ വശം ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് റൂട്ട് 10. ആൾട്ടിറ്റ്യൂഡ് റൂട്ട് 10 എന്ന് പറഞ്ഞാൽ ഇത് സ്ക്വയർ അല്ലേ. അപ്പൊ എല്ലാ വശവും റൂട്ട് 10 തന്നെ ആയിരിക്കില്ലേ. അപ്പൊ നമുക്ക് ഇത് റൂട്ട് 10 ആണെങ്കിൽ ഇതും റൂട്ട് 10 അല്ലെ. അപ്പൊ ഇനി ഏരിയ എന്ത് വരും? എ സ്ക്വയർ അല്ലെ. എ സ്ക്വയർ അതായത് റൂട്ട് 10ന്റെ സ്ക്വയർ. നാം നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റൂട്ടും സ്ക്വയറും വന്നു കഴിഞ്ഞാൽ രണ്ടും ക്യാൻസൽ ആയി പോകും അല്ലെ. അപ്പൊ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 10ന്റെ സ്ക്വയർ. അപ്പൊ റൂട്ട് 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂട്ട് 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 അല്ലെ. അതായത് റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോകും. അപ്പൊ 10 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതേ ടൈപ്പ് ചോദ്യങ്ങൾ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഇതിൽ നമുക്ക് 3 ഫിഗറുകൾ തന്നിട്ടുണ്ട്. അതിൽ 2 ഫിഗറുകളാണ് ഇത് അല്ലേ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ആൻഡ് ദി ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ് ഇൻ ഈച്ച് ഓഫ് ദി പിക്ചേഴ്സ് ബിലോ. അതായത് ഈ ചിത്രങ്ങളിലെ, അതായത് ഈ സ്ക്വയറിലെ സമചതുരങ്ങളിലെ എന്ത് കാണണം? ഏരിയ കണ്ടുപിടിക്കണം. അതുപോലെ ഒരു വശത്തിന്റെ ഒരു സൈഡിന്റെ നീളം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ നമുക്ക് അതിന് വേണ്ടി തന്നിട്ടുള്ളതാണ് ഈ അളവുകൾ അല്ലേ. അപ്പൊ ഇത് എന്താണ്? ഇതൊക്കെ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. ഈ അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഒരു വശത്തിന്റെ നീളം കിട്ടണം, അതുപോലെ തന്നെ ഇതിന്റെ ഏരിയയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നാം മുമ്പത്തെ ചോദ്യങ്ങൾ ചെയ്ത പോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഇത് ഒരു മീറ്റർ, ഇത് 1 മീറ്റർ അല്ലേ. ഇതെന്താണ്? ഇത് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണെങ്കിൽ ഇതെന്ത് ട്രയാങ്കിളായി മാറി? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണാണ് അല്ലേ. അപ്പൊ മട്ടത്രികോണത്തിലെ ഈ വശം ഏതാണ്? ഈ വശം ഏറ്റവും നീളം കൂടിയ വശം അല്ലെ, അതായത് ഹൈപ്പോട്ടിനസ്. അപ്പൊ നമുക്ക് ഇതും വെച്ചിട്ട് നമുക്ക് ഇതിന്റെ നീളം കാണാലോ, കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ നമുക്കിത് ട്രയാങ്കിൾ 1, ഒന്നാമത്തെ ട്രയാങ്കിൾ. ഇത് നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കാം. ഓക്കെ, അപ്പൊ 2 ട്രയാങ്കിൾ അല്ലെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ട്രയാങ്കിളില്, അതായത് ഫസ്റ്റ് ട്രയാങ്കിളില് ഇതിന്റെ ഹൈപ്പോട്ടിനസ്, അതായത് എന്താണ്? കർണം അല്ലെ. ഫസ്റ്റ് ട്രയാങ്കിള് h², ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? ബേസിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ അല്ലെ. അതായത് ബേസ് എന്ന് പറഞ്ഞാൽ 1, അപ്പൊ 1 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് 1, അപ്പൊ 1 സ്ക്വയർ അല്ലെ, ഈക്വൽ ടു 1ന്റെ സ്ക്വയർ 1 പ്ലസ് 1ന്റെ സ്ക്വയർ 1, അതായത് 2. അപ്പൊ h² ഈസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ h എന്ത് വരും? h ഈസ് ഈക്വൽ ടു √2 അല്ലെ. ഇതിന്റെ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് h കിട്ടി √2. അപ്പൊ h എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത് അല്ലെ. അപ്പൊ ഈ ട്രയാങ്കിളിലെ ഈ വശം നമുക്ക് കിട്ടി √2. അപ്പൊ ഇവിടെ √2 കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ട്രയാങ്കിൾ നോക്കിയാൽ, രണ്ടാമത്തെ ട്രയാങ്കിളിൽ നോക്കിയാൽ അതിന്റെ ഇത് 90 ഡിഗ്രി. അപ്പൊ ഇതെന്താണ്? ഇതാണ് ഏറ്റവും വലിയ വശം, ഹൈപ്പോട്ടിനസ് അല്ലെ. അപ്പൊ ഈ നീളം നമുക്കറിയാം 1 മീറ്റർ. ഈ നീളം നമ്മൾ കണ്ടുപിടിച്ചു √2. അപ്പൊ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ √2 ആണ് അല്ലെ. അപ്പൊ ഇത് √2, കാരണം നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിനസ് ആണ് ഇത്. പക്ഷെ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ എന്താണിത്? ആൾട്ടിറ്റ്യൂഡ് ആണിത് അല്ലെ. അപ്പൊ ഇത് ആൾട്ടിറ്റ്യൂഡ്, ഇത് ബേസ്, ഇത് ഹൈപ്പോട്ടിനസ്. കണ്ട, 90ക്ക് ഓപ്പോസിറ്റുള്ള വശമാണ് ഹൈപ്പോട്ടിനസ്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഈ വശം കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ സെക്കൻഡ് ട്രയാങ്കിള് h² ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിനസ് സ്ക്വയർ എന്ത് വരും? ബേസിന്റെ സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ്. കണ്ട, ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്? √2. അപ്പൊ √2ന്റെ സ്ക്വയർ ഈക്വൽ ടു 1ന്റെ സ്ക്വയർ 1 പ്ലസ് √2ന്റെ സ്ക്വയർ എത്രയാണ്? 2 അല്ലെ. നമ്മൾ പറഞ്ഞതാണ് 2. അപ്പൊ 2 + 1 ഈസ് ഈക്വൽ ടു 3. അപ്പൊ h² ആണ് 3. അങ്ങനെയാണെങ്കിൽ h എന്ത് വരും? h ഈസ് ഈക്വൽ ടു √3. അപ്പൊ ഈ ത്രികോണത്തിലെ ഈ ഹൈപ്പോട്ടിനസ്, അതിന്റെ നീളം നമുക്ക് കിട്ടി എത്രയാണ്? √3. കണ്ട, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇത് √3 ആയി കഴിഞ്ഞാൽ ഈ വശം എത്രയായിരിക്കും? അത് √3 തന്നെ അല്ലേ. അതായത് എന്താണിത്? ഒരു സ്ക്വയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് 2 ഉത്തരമായി. ഒന്ന്, ഒരു വശത്തിന്റെ നീളം അല്ലെ. അപ്പൊ a ഈസ് ഈക്വൽ ടു ഒരു വശത്തിന്റെ നീളം ഈസ് ഈക്വൽ ടു √3 സെന്റിമീറ്റർ. ഇനി അതിന്റെ ഏരിയ ഈക്വൽ ടു എന്ത് വരും? a². a² എന്ന് പറഞ്ഞാൽ √3ന്റെ സ്ക്വയർ. √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 അല്ലെ. അപ്പൊ 3 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി അതേപോലെ തന്നെയാണ് ഇതും അല്ലെ. അതേ ഫിഗർ തന്നെ നമുക്ക് ഒരു ട്രയാങ്കിൾ കൂടി അത്രേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മുടെ ഒന്നാമത്തെ ട്രയാങ്കിൾ, ഇത് നമ്മുടെ രണ്ടാമത്തെ ട്രയാങ്കിൾ, ഇത് നമ്മുടെ മൂന്നാമത്തെ ട്രയാങ്കിൾ. അല്ലെങ്കിൽ ഒരു പേരുകൾ കൊടുക്കാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെ. അപ്പൊ നോക്കിയേ, അപ്പൊ ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ എഴുതാം. ഫസ്റ്റ് ട്രയാങ്കിൾ h² ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലെ. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നീളം എത്ര കിട്ടും? ഈ നീളം നമുക്ക് √2 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ ഇതേ രൂപത്തിൽ നമ്മൾ എഴുതാം. എന്നിട്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിളില് h എന്ത് കിട്ടും? h ഈസ് ഈക്വൽ ടു √2 എന്ന് കിട്ടും. മനസ്സിലായില്ല. അതായത് ഈ നീളം √2 എന്ന് കിട്ടി. ഓക്കെ. ഇനി നമ്മുടെ സെക്കൻഡ് ട്രയാങ്കിൾ h എന്ത് വരും? ഇതാണ് സെക്കൻഡ് ട്രയാങ്കിൾ. ഇതിന് ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വശം ഇത്. h എന്ത് വരും? ഇവിടെ 1ഉം ഇവിടെ √2 അല്ലെ. നമ്മൾക്ക് 1 √2. അപ്പൊ നമുക്ക് എത്ര കിട്ടി? h √3 എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾ ഇതേപോലെ എഴുതി വെക്കുക ഇതില്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് നോക്കിയാൽ, ഇനി നമ്മളെ തേർഡ് ട്രയാങ്കിൾ. അപ്പൊ തേർഡ് ട്രയാങ്കിൾ നമുക്ക് നോക്കാം. തേർഡ് ട്രയാങ്കിൾ
തേർഡ് ട്രയാങ്കിളിൽ നിൽക്കുക ബേസും 1. ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഹൈറ്റ് എത്രയാണ്, ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് എത്രയാണ് നമുക്ക് കിട്ടി √3 അല്ലെ. ഈ ഹൈറ്റ് ആണ് നമുക്ക് കിട്ടിയത്. അതായത് ഇതിന്റെ ഹൈപ്പോട്ടിനസ് ആണ് √3 ഈ നീളം. അപ്പോൾ അത് മൂന്നാമത്തെ ട്രയാങ്കിളിൽ എന്തായി വരും, അത് അതിന്റെ ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് വരും അല്ലെ. കണ്ട, ഈ നീളം ഈ ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പൊ നമുക്ക് തേർഡ് ട്രയാങ്കിളിന്റെ ഈ ഹൈപ്പോട്ടിനസ് അല്ലെ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിനസ്, അതെങ്ങനെ കണ്ടുപിടിക്കാം? h² ഈസ് ഈക്വൽ ടു ബേസിന്റെ സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ അല്ലെ, √3 സ്ക്വയർ ഈക്വൽ ടു 1ന്റെ സ്ക്വയർ 1 പ്ലസ് √3യുടെ സ്ക്വയർ എന്താണ് 3 ഈക്വൽ ടു 4. അപ്പൊ h² ഈസ് ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ h എന്ത് വരും? h ഈസ് ഈക്വൽ ടു √4 അല്ലെ, √4 ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. അപ്പൊ ഇത് നമുക്ക് കിട്ടി 2 സെന്റിമീറ്റർ. അപ്പൊ ഇത് സ്ക്വയർ അല്ലേ, അപ്പൊ ഇത് എത്ര വരും? 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഒരു വശത്തിന്റെ നീളം a ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. ഇനി ഏരിയയോ, ഏരിയ ഈക്വൽ ടു a², അതായത് 2ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്കതിലെ മൂന്നാമത്തെ ഫിഗർ ഒന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫിഗർ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ട്രയാങ്കിൾ കൂടിയെന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്കറിയാം നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇവിടെ ആദ്യത്തേത് ഒന്നാമത്തെ ട്രയാങ്കിള്, ഇത് രണ്ടാമത്തെ ട്രയാങ്കിള്, ഇത് മൂന്നാമത്തെ ട്രയാങ്കിള്, ഇത് നാലാമത്തെ ട്രയാങ്കിള്. ഓക്കെ, ഫസ്റ്റ് ട്രയാങ്കിള് ഇവിടെ ചെയ്ത പോലെ ഫസ്റ്റ് ട്രയാങ്കിള് h² ഈസ് ഈക്വൽ ടു ഇത് എത്ര വരും? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലെ, അതായത് നമുക്ക് √2 കിട്ടും. അപ്പൊ ഈ നീളം √2 കിട്ടി. ഇനി സെക്കൻഡ് ട്രയാങ്കിളോ, ഇവിടെ √2 ഇവിടെ 1 അല്ലെ, അപ്പൊ 1 സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ ഈസ് ഈക്വൽ ടു √3 കിട്ടി. അപ്പൊ ഈ നീളം നമുക്ക് √3 കിട്ടി. ഇനി ഇത് √3 ഇതൊന്ന് അല്ലെ. അപ്പൊ തേർഡ് ട്രയാങ്കിൾ h² നമ്മൾ നേരത്തെ ചെയ്ത ആ ഫിഗറിലുള്ള പോലെ തന്നെ ഇത് നമുക്ക് കണ്ടുപിടിക്കാം. എത്ര കിട്ടി നമുക്ക്? ഈ നീളം √4 കിട്ടി അല്ലെ. അപ്പൊ √4 കിട്ടി, അതായത് 2 സെന്റിമീറ്റർ കിട്ടി. ഇനി നമുക്ക് നാലാമത്തെ കണ്ടുപിടിക്കാം, അതായത് ട്രയാങ്കിൾ ഫോർത്ത് ട്രയാങ്കിൾ. അപ്പൊ മറ്റുള്ളത് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തു വരാം. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ട്രയാങ്കിൾ എന്ത് ചെയ്യണം? നാലാമത്തെ ട്രയാങ്കിളിന്റെ ഇത് അല്ലെ ഹൈപ്പോട്ടിനസ്, ഇതാണ് ഇത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിനസ്. അപ്പൊ നമുക്ക് h² ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ അല്ലെ, 1 സ്ക്വയർ പ്ലസ് ഈ നീളം അല്ലെ, അതായത് 2. അപ്പൊ നമുക്ക് 2 സ്ക്വയർ. ഓക്കെ, ഈക്വൽ ടു 1ന്റെ സ്ക്വയർ 1 പ്ലസ് 2ന്റെ സ്ക്വയർ 4. അപ്പൊ എന്ത് കിട്ടി? 4 പ്ലസ് 1 5. അപ്പൊ h² ഈസ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ h എന്ത് വരും? h ഈസ് ഈക്വൽ ടു √5. അപ്പൊ ഇതിന്റെ ഹൈപ്പോട്ടിനസ് എത്ര കിട്ടി നമുക്ക്? √5. കണ്ടോ? അപ്പൊ ഇത് √5 ആണെങ്കിൽ എല്ലാ വശം എന്തായിരിക്കും? √5 തന്നെ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിന്റെ നീളം a ഈസ് ഈക്വൽ ടു √5 സെന്റിമീറ്റർ. ഏരിയ, അപ്പൊ ഏരിയ എന്ത് വരും? ഏരിയ ഈസ് ഈക്വൽ ടു a² അല്ലെ, a² ഈസ് ഈക്വൽ ടു √5ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു √5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്കതിലെ നാലാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഫൈൻഡ് 3 ഫ്രാക്ഷൻസ് ഗ്രേറ്റർ ദാൻ √2 ആൻഡ് ലെസ് ദാൻ √3. അതായത് √2നേക്കാൾ വലുതും പിന്നെയോ √3നേക്കാൾ ചെറുതുമായ 3 ഫ്രാക്ഷൻ, 3 ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കണം. അപ്പൊ √2നേക്കാൾ വലുതായിരിക്കണം, √3നേക്കാൾ ചെറുതായിരിക്കണം. അങ്ങനത്തെ 3 ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്കറിയാം √2ന്റെ വാല്യൂ √3യുടെ വാല്യൂ നമുക്കറിയാലോ, അറിയാം അല്ലെ. √2ന്റെ വാല്യൂ എത്രയാണ്? 1.414. ഓക്കെ, ഇനി √3 ആണെങ്കിലോ 1.732. ഇത് രണ്ടും നമുക്കറിയാം. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള 3 ഫ്രാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 1.414നും 1.732നും ഇടയിലുള്ള 3 സംഖ്യകൾ നമ്മൾ കണ്ടെത്തണം ആദ്യം. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ ഇടയിലായിരിക്കും ഇതിനേക്കാൾ ചെറുതും ഇതിനേക്കാൾ വലുതും. അപ്പൊ നോക്കിയേ, ഒരെണ്ണം 1.414 അല്ലെ, ഇവിടെ 1.7. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഒരെണ്ണം നമുക്ക് 1.5 എന്ന് എഴുതാം. ഇതിനേക്കാൾ വലുതല്ലേ 1.5. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് എഴുതാം? 1.6 എന്ന് എഴുതാം. അപ്പൊ ഇതിനേക്കാൾ വലുതല്ലേ, അപ്പോഴും 7നേക്കാൾ ചെറുതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്ത് എഴുതാം? 1.7 എന്ന് എഴുതാം അല്ലെ, കാരണം 1.732 ഉണ്ട്. അപ്പൊ ഇവിടെ 32 കൂടുതലാണ് അല്ലെ.
അപ്പോൾ ഇതിനേക്കാൾ ചെറുതാണിത് 1.7 എന്ന് പറഞ്ഞത് 1.70 എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഇവിടെ 1.732. അപ്പോൾ ഇതാണ് വലുത്. അപ്പോൾ നമുക്ക് ഇതിന് രണ്ടിനും ഇടയിലുള്ള 3 സംഖ്യകൾ നമ്മൾ എഴുതി. ഇങ്ങനെ എഴുതിയാൽ പോരാ. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഫ്രാക്ഷൻ അല്ലേ. ഫൈൻഡ് 3 ഫ്രാക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഭിന്നസംഖ്യാ രൂപത്തിൽ നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ കിട്ടിയത് 1.5. 1.5 നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിൽ ഒന്ന് എഴുതിയാൽ മതി. പ്രശ്നം കഴിഞ്ഞു അല്ലേ. ഇപ്പൊ നമുക്ക് 15 ഇപ്പൊ നോക്കിയാൽ 15 നമുക്ക് ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1.5 കിട്ടുക? 15 1.5 കിട്ടാൻ നാം എന്ത് ചെയ്യണം? നമുക്കറിയാം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ. അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നാം എന്ത് ചെയ്താൽ മതി? ഒരു സ്ഥാനം ഇങ്ങോട്ട് നീക്കി പോയിന്റ് ഇടും അല്ലേ. ഇപ്പൊ നമുക്ക് നോക്കിയാൽ 15/100 ആണെങ്കിലോ ഇതിന് ആൻസർ എത്രയാണ്? അതായത് 15 എഴുതി. ഇനി 2 0 ഉണ്ട്. അപ്പൊ 2 സ്ഥാനം എടുത്തോയിട്ട് നീക്കി നമ്മൾ പോയിന്റ് ഇടും അല്ലേ. അപ്പൊ 1 2. അപ്പൊ ഇവിടെ പോയിന്റ് വന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി അല്ലേ. അപ്പൊ ഇത്രയുള്ള കാര്യം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? 1.5 അപ്പൊ ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്യണം? 1.5 ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക 15 അല്ലാണ്ട് അവിടെ മുകളിൽ 1.5 എഴുതരുത്. 15 15 എഴുതി ബൈ ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1.5 കിട്ടും അല്ലേ. 15 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 1.5 കിട്ടി. അപ്പൊ നമുക്കിത് ഫ്രാക്ഷൻ ആയില്ലേ? 15/10. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതേപോലെ 1.6 16 എന്ന് എഴുതാം അല്ലേ. അപ്പൊ 16 ഒരു സ്ഥാനം നീങ്ങിയിട്ടാണ് പോയിന്റ് എടുക്കുന്നത് അല്ലേ. അപ്പൊ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 16 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1.6 കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ ഈ രൂപത്തിൽ എഴുതി. ഇനി അതേപോലെ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 17/10. കണ്ട, ഇത്രയുള്ള കാര്യം. ഇനി നമുക്കറിയാം ഫ്രാക്ഷൻ എഴുതുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യയുടെ രൂപത്തിലാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പൊ ഇവിടെ 15/10 എന്നുള്ളതിന് നമുക്ക് എന്താക്കാവുന്ന ചെറിയ രൂപത്തിൽ എഴുതാം. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 15 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 3 × 5 15. 10 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2. കണ്ട, അപ്പൊ നമുക്ക് 3/2 എന്ന് എഴുതി. ഒന്നാമത്തെ ഉത്തരം. ഇനി ഇവിടെ നോക്കിയാൽ 16/10. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് 2 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ 16 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 8 എന്ന് കിട്ടി. പിന്നെയോ 10 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 5. അപ്പൊ നമുക്കിവിടെ 8/4. അടുത്തത് ഇനി അടുത്ത് നോക്കിയാൽ 17/10 അല്ലെ. 17/10 എന്ന് പറഞ്ഞാൽ 17 എന്താണ്? പ്രൈം നമ്പർ ആണ് അല്ലേ. അപ്പൊ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. 17/10. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കതിൽ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.